ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്. ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. കാരണം അവർ പഞ്ചായത്ത് തലത്തിലൊക്കെ നിന്ന് ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ചിട്ടുള്ള, അതായത് പാർട്ടി ബലമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. കാരണം സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് കോടതി തള്ളിയതാണ്. ഇനി കുറ്റം തെളിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. ആ കാര്യത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോടതി വിധിക്കാണ് നമ്മളെല്ലാം വെച്ചിരിക്കുന്നത്. കോടതിയുടെ വിധി വരുന്നവരെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതിയുടെ ആ ഒരു കോടതിയെ ബഹുമാനിക്കുന്നതുകൊണ്ട് തന്നെ. ഈ സ്ത്രീ പറയുന്ന കേട്ടോ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ സ്ത്രീയാണോ അവിടെ നിന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തിരുന്നത് ഉറപ്പുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ മുന്നോട്ടേക്ക് ഈ ശ്രീലക്ഷ്മി ഇറക്കിലായാലും ഇവരായാലും മുന്നോട്ടേക്കുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ വെച്ചാൽ നിലവിലുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചാൽ തനിക്ക് ഈ സ്ത്രീയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇത് സംസാരിച്ചാൽ മാത്രം നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ. ഈ ഷിംജിത ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവരും കറക്റ്റ് അപ്ലിക്കബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ ആ സ്ത്രീ ഇന്നേ വരെ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനത്തെ വിക്ടിമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടെ നിൽക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് വേടനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ആ സ്ത്രീകളുടെ കൂടെ ഒന്നും ഇവർ നിൽക്കുന്നില്ല? വേടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇഷ്ടംമാരിയുണ്ട്. കാരണം വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വേടന് വാലുള്ളതുകൊണ്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലേക്ക് ഇഷ്ടംമാരി പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെയൊക്കെ ഉദ്ദേശം അതല്ല. ഇവർക്ക് ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഫേമസ് ആണ്. വേറൊരു തന്നിട്ടുണ്ട് ഈ ചെകുത്താൻ എന്ന് പറയുന്നത്. ശരിക്കും അവൻ്റെ പേര് അജു എന്നാണ്. ഞങ്ങൾ ഇതിനുമ്പോൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിപ്പോൾ അവൻ്റെയൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്, എന്താണ് പ്രശ്നം, എനിക്ക് ഹാർട്ടിനൊക്കെ സുഖമില്ല. കാരണം അവനെ അങ്ങോട്ട് തല്ലാൻ വരുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പുള്ളി മനസ്സിലായ പുള്ളിക്കാരൻ ഈ വീഡിയോ കാണുന്ന ആ ഒരു ബലമൊക്കെ തന്നെ ഉള്ളൂ. നേരിട്ട് പോയി സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിച്ചൂരിയാണ് പുള്ളിയുടെ കൺസെപ്റ്റ് ഇതൊക്കെ തന്നെയാണ്. പുള്ളി മോഹൻലാലിനെ ഭയങ്കര ചീത്ത വിളിക്കുന്നൊരു എന്താ പറയുന്നത്, മോഹൻലാൽ അവിടെ പോകാൻ പാടില്ല, മോഹൻലാൽ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ വലിയ ഒമ്പത്ത് നിൽക്കുന്ന ആൾക്കാരെ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റും എന്നുള്ള ഒരു വൃത്തികെട്ട ബോധ്യമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ജയിക്കുന്നത്.